ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽസ് ഗ്രോസ് GST പവർ പാസ് ടു 2.1 lakh crore എന്ന് പറയുന്ന ന്യൂസ് ആണ്. അപ്പൊ ഈ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിൽ നിലവിൽ വന്നതിന് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ GST കളക്ഷൻ കഴിഞ്ഞ മാസം ഏപ്രിലിൽ ഉണ്ടായി. മുംബൈയിലത്തെ റെക്കോർഡ് 1.87 lakh crore ആയിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് അത് സംഭവിച്ചത്. ഈ ഏപ്രിലിൽ എപ്പോഴും GST കളക്ഷൻ കൂടുക. നിങ്ങൾക്ക് അറിയാം, ഈ ഇയർ എൻഡ് കംപ്ലയൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാ കമ്പനികളും ഒക്കെ GST ഒക്കെ അടച്ചു തീർക്കുന്ന സമയമാണ്. കമ്പനി മാത്രമല്ല, നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽസും എല്ലാം. അപ്പൊ അതുകൊണ്ട് കളക്ഷൻ കൂടും. പക്ഷേ 2017 ജൂലൈ 1 നിലവിൽ വന്ന GST എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിലെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിനെ എല്ലാത്തിനെയും ഏകീകരിച്ചുകൊണ്ട് യൂണിഫൈ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന 2017 ജൂലൈ 1 അത് ഓർത്ത് വെച്ചോളാം. ജൂലൈ 1 അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ GST ഡേ ആണ്. എല്ലാ വർഷവും GST ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ 2017 ജൂലൈ 1 നിലവിൽ വന്ന് ഈ വർഷം ജൂലൈ 1 ആകുമ്പോൾ 7 വർഷം തികയാൻ പോകുന്ന ഈ GST തുടക്കത്തിൽ 90,000 കോടി 1 ലക്ഷം കോടിയൊക്കെയാണ് മന്ത്ലി കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതാണെന്ന് 2 lakh crores ക്രോസ് ചെയ്തിരിക്കുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ഹാപ്പനിങ്. 2.1 lakh crore എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്ന എമൗണ്ട്. അപ്പം അത് GST കഴിഞ്ഞ കുറെ കാലമായിട്ട് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഗവൺമെന്റ് ഇനി അതിന്റെ ഗുണം ജനങ്ങൾക്ക് കൊടുക്കണം. കാരണം ഇപ്പൊ GST പല മേഖലയിലും കൂടുതലാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ എഡ്യൂക്കേഷൻ, ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡിൽ വന്ന് പഠിക്കണമെങ്കിൽ 18% GST ആണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ഇറ്റ് ഇസ് എ സർവീസ്. അപ്പം സർവീസ് കംപ്ലീറ്റ് GST 18%. അപ്പം അതൊക്കെ ഏകീകരിച്ചൊരു 10%-ലൊക്കെയോ 12%-ലൊക്കെയോ സർക്കാരിന് കൊണ്ടുവരാൻ പറ്റും ഇത്രയും GST കളക്ഷൻ കൂടുമ്പോൾ. അപ്പൊ GST ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം. CGST, SGST, IGST, ഇങ്ങനെ 3 GST ആണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. CGSTയും SGSTയും നമ്മളെല്ലാവരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സും സർവീസസും ഒക്കെ എടുക്കുമ്പോൾ പേ ചെയ്യുന്നതാണ്. IGST എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്ഫറിനൊക്കെയാണ് IGST യൂസ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയും. ഓക്കെ, GST ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബോഡി GST കൗൺസിലാണ്. GST കൗൺസിലാണ് GST ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എപ്പോഴും ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരിക്കും. സോ നിർമ്മല സീതാരാമൻ ഈസ് ദ കറന്റ് GST കൗൺസിൽ ചെയർപേഴ്സൺ ആൻഡ് ദ മെമ്പേഴ്സ് ആർ ദ സ്റ്റേറ്റ് ഫിനാൻസ് ചീഫ് മിനിസ്റ്റേഴ്സ്. സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അല്ല, സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും അല്ല മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവിടെ പറയാനുള്ളത്, വേറെ ഒന്നും അവിടെ പറയാനില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള വേറൊരു ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. SC റിജക്ട്സ് പ്ലീ ഫോർ അലോക്കേറ്റിംഗ് സ്പെക്ട്രം വിത്തൗട്ട് ഓപ്ഷൻ. ഈ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു നാഷണൽ റിസോഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ 5G സ്പെക്ട്രം വെച്ചാണ് നമ്മൾ 5G യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് 4G സ്പെക്ട്രം വെച്ച് 4G യൂസ് ചെയ്തു, 2G സ്പെക്ട്രം വെച്ച് 2G യൂസ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ നാഷണൽ റിസോഴ്സ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ട സാധനമാണ്. അപ്പൊ ഇത് ഒരു സമയത്ത് DMKയും ഒക്കെ കോൺഗ്രസിനോടൊപ്പം ഭരിക്കുന്ന സമയത്ത് 2G സ്പെക്ട്രം ഓപ്ഷനിങ് ഒന്നും ചെയ്യാതെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ കൊടുത്തു. അങ്ങനെ 2G സ്പെക്ട്രം അഴിമതി എന്ന് പറഞ്ഞൊരു ജൈജാന്റിക് കറപ്ഷൻ ഇന്ത്യയിൽ ഉണ്ടായി. അങ്ങനെയാണ് അന്നുണ്ടായിരുന്ന പല മൊബൈൽ കമ്പനികൾക്കും ഈ പറഞ്ഞ എയർവേവ്സ്, ഈ സ്പെക്ട്രം ഒക്കെ കിട്ടിയത് അഴിമതി കൂടിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എയർസെൽ, MTS, യൂണിനോർ ഇങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ അന്നത്തെ 2G സ്പെക്ട്രം വച്ച് മൊബൈൽ സർവീസ് കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികളെല്ലാം ഇല്ലാതായത്. സുപ്രീം കോടതി അവരെല്ലാവരും ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം പറഞ്ഞ മേലെ ഓപ്ഷൻ ചെയ്യാതെ ഈ പറഞ്ഞ സാധനം കൊടുക്കരുത്. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ചെയ്യാം, ഓപ്ഷൻ ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2012 തൊട്ട്. പക്ഷേ ചില സെക്യൂരിറ്റി പർപ്പസ്, സേഫ്റ്റി, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വേണ്ട സ്പെക്ട്രം എന്ന് പറയുന്ന സംഭവം ലേലം ചെയ്ത് സ്വകാര്യ കമ്പനികൾക്കായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്ന. ലേലം ചെയ്യാതെ സ്ട്രാറ്റജിക്കലി ഇപ്പൊ പ്രധാനപ്പെട്ട BSNL പോലുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ടി വരും. അത്തരം കേസസിൽ ലേലം ചെയ്യാൻ അനുവദിക്കരുത്, ഒരു എക്സംഷൻ കൊടുക്കണം ആ കാര്യത്തിൽ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഗവൺമെന്റ് അപ്രോച്ച് ചെയ്തു. പക്ഷെ സുപ്രീം കോടതിയുടെ രജിസ്ട്രാർ ആ കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ തള്ളിയത്. പക്ഷെ ഇനി 15 ദിവസത്തിനകം ഗവൺമെന്റിന് പിന്നീട് അപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ്, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. നിങ്ങൾക്ക് അറിയായിരിക്കും മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്, ഏകനാഥ് ഷിൻഡെ ആണ്. ഇനി താഴോട്ട് വരുമ്പോൾ ന്യൂയോർക്ക് പോലീസ് സ്റ്റോം കൊളംബിയ യൂണിവേഴ്സിറ്റി അഗെയിൻ ഓവർ 100 ആന്റി വാർ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റേഴ്സ് അറസ്റ്റഡ്. ഇത് ഇന്നത്തെ ഹിന്ദുവിലൊക്കെ ചില ആൾക്കാരൊക്കെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് ഇതിനെ കുറിച്ച്. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തു. അതായത് ഈ ഫ്രീ സ്പീച്ച്, ഡെമോക്രസി, ഇതിനൊക്കെ ഭയങ്കര ഹ്യൂമൻ റൈറ്റ്സ്, ഇതിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന രാജ്യമെന്നും പറഞ്ഞ് നമ്മളെയൊക്കെ ഇന്ത്യയിലേക്ക് തലയിലോട്ട് കയറുന്ന രാജ്യമാണ് USA. പക്ഷെ അവരുടെ രാജ്യത്ത്
അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രീ സ്പീച്ചിനോ ഡെമോക്രാറ്റിക് വാല്യൂസിനോ ഹ്യൂമൻ റൈറ്റ്സിനോ യാതൊരു പ്രാധാന്യ രാജ്യം കൊടുക്കൂല എന്നുള്ളതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പാലസ്റ്റീൻ ഇത്രയും വളരെ എന്താ പറയുക, അവിടെ ഈ ഇത്രയും മാസ് കില്ലിങ് ഇസ്രായേൽ നടത്തിയിട്ട് ആ ഇസ്രായേലിന് ആയുധങ്ങളും പിന്നീട് അതുപോലെ സമ്പത്തും കൊടുത്ത് സഹായിക്കുന്നത്, പണവും കൊടുത്ത് സഹായിക്കുന്ന അമേരിക്കയാണ്. ഒറ്റ കാര്യം മതി സമകാലീന ലോകത്ത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പൊ കാണിക്കുന്നുണ്ടോ, കൊളംബിയ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തത് മാസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പെനിൻസിൽവാലിയയിലും എല്ലായിടത്തും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം ആന്റി ഇസ്രായേൽ പ്രൊട്ടസ്റ്റ്, സേവ് പാലസ്റ്റീൻ എന്നുള്ള പേരിൽ അവിടുത്തെ പിള്ളേർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പിള്ളേരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുകയാണ്. അവരവിടെ ഒന്നും ചെയ്യുന്നില്ല, അവരവിടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നില്ല. നത്തിങ് ദേ ആർ doing, just simply they are protesting peacefully, but still university authorities are taking police inside the campus and catching the students, arresting the students. അപ്പൊ അവിടെ എന്ത് ഡെമോക്രാറ്റിക് വാല്യൂ ആണ് അവർ കൊടുക്കുന്നത്, എന്ത് ഫ്രീ സ്പീച്ച് ആണ് അവർ പിന്നീട് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പം ഇതാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഡബിൾ സ്റ്റാൻഡേർഡിന്റെ രാജ്യം അല്ലെങ്കിൽ ഇരട്ടത്താപ്പിന്റെ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ ഈ ന്യൂസ് വലിയ ന്യൂസ് ആയിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. മറ്റ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും പ്രശ്നമല്ല. ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഡെമോക്രസിയും ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ ഫ്രീ സ്പീച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ രാജ്യത്തിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. തെലങ്കാന CM ഡിനൈസ് റോൾ ഇൻ ഡോക്ടറേറ്റ് വീഡിയോ ഓഫ് അമിത് ഷാ. തെലങ്കാനയുടെ CM നിങ്ങൾക്ക് അറിയാം, രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. രേവന്ത് റെഡ്ഡിയുടെ ഒരു ഫോട്ടോ കാണാം. ഹിമാന്ത ബിശ്വ ശർമ്മയെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഹിമാന്ത ബിശ്വ ശർമ്മ ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ഹിമാന്ത ബിശ്വ ശർമ്മ. യോഗി ആദിത്യനാഥ്, ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റായ ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററാണ് യോഗി ആദിത്യനാഥ്. താഴോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം. നവീൻ പട്നായിക്, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്. അത്രയാണ്. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോ താഴോട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ്, അത് എവിടെയാണെന്ന് പഠിച്ചു വെച്ചോടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സ്, ഷോർട്ട് ഫോമിൽ IIA എന്ന് പറയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സ് എവിടെയാണെന്ന് വെച്ചാൽ ബംഗളൂരുവിലാണ്. പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോഫിസിക്സ് ബംഗളൂരുവിലാണ്. ISRO finds proof of enhanced possibility of water ice in polar craters of the moon. ഇത് പോസിബിലിറ്റി ആണ്, ഇതുവരെയ്ക്കും അത് കംപ്ലീറ്റ്ലി അവർ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് പഠിക്കണ്ട. ISRO പോളാർ ക്രേറ്റേഴ്സിൽ, മൂണിന്റെ പോളാർ ക്രേറ്റേഴ്സിൽ പിന്നീട് വാട്ടറിന്റെ പ്രസൻസ് കാണാനുള്ള സാധ്യത കൂട്ടുന്ന ചില കാര്യങ്ങൾ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞാണ്. അത് സാധ്യത മാത്രമാണ്. ഫൈനലായിട്ട് നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം അത് പഠിച്ചാൽ മതി. ഇനി ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽസ് ഞാൻ പറഞ്ഞു. പത്രത്തില് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ വായിക്കേണ്ടത് എഡിറ്റോറിയലാണ്. അത് എന്ത് എഡിറ്റോറിയലാണെങ്കിലും മസ്റ്റായിട്ട് വായിക്കണം. ഇന്നത്തെ എഡിറ്റോറിയൽ രണ്ട് പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ഒന്നും അല്ലാത്ത എഡിറ്റോറിയൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ദ സർവീസസ് സ്റ്റോറി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് ഇന്ത്യൻ എക്കോണമി വളരുന്നുണ്ടെങ്കിൽ ആ വളരുന്നതിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സെക്ടർ ഏതാണെന്ന് വെച്ചാൽ സർവീസസ് സെക്ടറാണ്. നമുക്കറിയാം, നമ്മളുടെ GDP എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് കോൺട്രിബ്യൂഷൻ വരുന്ന 3 സെക്ടേഴ്സ് എന്നാണ്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടറിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ ചോദിക്കാം പരീക്ഷയ്ക്കൊക്കെ, പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അഗ്രികൾച്ചർ സെക്ടർ പ്രൈമറി സെക്ടറിൽ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അഗ്രികൾച്ചർ, പിന്നീട് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, എവറിത്തിങ് ഫാൾസ് അണ്ടർ പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ മീൻസ് മാനുഫാക്ചർ സെക്ടർ ആണ്. അപ്പം സെക്കൻഡറി സെക്ടർ. ഇനി ടെർഷറി സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ. ടെർഷറി സെക്ടർ ഇന്ത്യൻ GDP-യിലേക്ക് മോർ ദാൻ 50% ഓഫ് ദ കോൺട്രിബ്യൂഷൻ വരുന്നത് ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്നാണ്. അപ്പൊ ഇന്ത്യൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക് മോർ ദാൻ 50% ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഈസ് കമ്മിങ് ഫ്രം ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ. ഈ സർവീസ് സെക്ടർ ഇന്ത്യയിൽ ബൂമിംഗ് ആണ്. അതിന് മെയിൻ ആയിട്ട് ആ ബൂമിങ്ങിന് തുടക്കം കുറിച്ചത് IT ഇൻഡസ്ട്രി ആണ്. നിങ്ങൾക്ക് അറിയാം, 90-കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇൻഫോസിസും TCSും വിപ്രോയും, അന്ന് സത്യം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു, സത്യം കമ്പ്യൂട്ടേഴ്സും HCL ടെക്നോളജിയൊക്കെ തുടങ്ങി വെച്ച ആ വിപ്ലവമാണ്. ഇപ്പോഴും ലീഡേഴ്സ് ആയിട്ട് അവർ തന്നെ നിൽക്കുന്നെങ്കിലും വേറെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് IT കമ്പനികൾ വന്നു. ഒപ്പം ബാങ്കിങ് ഭയങ്കരമായിട്ട് ബൂം ചെയ്തു. ഇപ്പൊ ഫിനാൻഷ്യൽ സർവീസസ് മൊത്തത്തിൽ ബൂമിംഗ് ആണ്. ട്രാവൽ ടൂറിസം, ആ ഒരു ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തു. അപ്പോൾ ആ ഒരു ബൂമിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന സെക്ടറായിട്ട് സർവീസ് സെക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്.
തൊഴിലുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊക്കെ ഇപ്പോഴും പ്രൈമറി സെക്ടർ, അഗ്രികൾച്ചർ സെക്ടറിലൊക്കെയാണ് കൂടുതൽ ജോലി. അപ്പൊ ഇതിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല്, കഴിഞ്ഞ 18 വർഷം കൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 18 വർഷം കൊണ്ട് ഗ്ലോബൽ സർവീസസ് ഇൻഡസ്ട്രി ട്രിപ്പിൾ ചെയ്തപ്പോ ഇന്ത്യയുടെ സർവീസസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതിന്റെയും ഇരട്ടി പേസിലാണ് ഗ്രോ ചെയ്യുന്ന പറയുന്നത്. ഗ്ലോബൽ സർവീസ് ഇൻഡസ്ട്രി തന്നെ കഴിഞ്ഞ 18 വർഷം കൊണ്ട് ട്രിപ്പിൾ ചെയ്തു. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6 ടൈംസ് ആയി ഇന്ത്യയുടെ ഇൻഡസ്ട്രി. അപ്പൊ ഇന്ത്യ ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ റേറ്റ്, ഈ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റിനൊക്കെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ $340 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയുടെ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അത് അടുത്ത ഒരു 2030 ആകുമ്പോൾ $800 ബില്യൺ ആയിട്ട് മാറുന്ന പറഞ്ഞത്. $800 ബില്യൺ ആയിട്ട് വെറും 6 വർഷത്തിനകത്ത് വെച്ച് അത് $800 ബില്യൺ ആവും. ഈ അയർലൻഡ്, സിംഗപ്പൂർ, ഈ 2 രാജ്യങ്ങൾ മാത്രമാണ്, ഇത് രണ്ട് ചെറിയ രാജ്യങ്ങളാണ്. ഈ അയർലൻഡും സിംഗപ്പൂരും മാത്രമാണ് ഈ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാളും മുന്നിൽ നിൽക്കുന്ന ലോകത്തിൽ 2 രാജ്യങ്ങൾ പറയുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളെക്കാളും മുന്നിലാണ് നമ്മളുടെ സർവീസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇപ്പൊ ഇത് ഗോൾഡ്മാൻ സാഷ് എന്ന് പറയുന്ന കമ്പനിയുടെ കണക്കനുസരിച്ചാണ് 2030 ഇന്ത്യ $800 ബില്യൺ എത്തുന്നു പറയുന്നത് സർവീസ് ഇൻഡസ്ട്രിയുടെ വലിപ്പം. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്ത $1 ട്രില്യൺ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ബൈ 2030. അതിനുള്ള സാധ്യതയും ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പം ഗോൾഡ്മാൻ സാഷ് $800 ബില്യൺ എന്ന് പറഞ്ഞെങ്കിലും ഒരു $200 ബില്യൺ കൂടെ അധികമായ $1000 ബില്യൺ ആവും. അതിനാണ് $1 ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഗ്രാൻഡഡ് ആയിട്ട് ഇന്ത്യയുടെ സർവീസ് സെക്ടറിന്റെ ഗ്രോത്ത് ഗ്രാൻഡഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ പാടില്ല. കാര്യം ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്നാ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് നമ്മുടെ സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിനെ ബാധിക്കാം. അതുപോലെ ഇപ്പോ ഇൻഫോസിസിന്റെ ഒക്കെ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ജോബ് റെഡി ആയിട്ടുള്ള പിള്ളേർ ഇപ്പം ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടുന്ന, ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയില്ലെങ്കിലുള്ള പ്രശ്നം. അപ്പം ജോബ് റെഡി ആയിട്ട് കുട്ടികൾ പഠിച്ചിറങ്ങണം, സ്കിൽഡ് ആയിട്ടുള്ള. രണ്ടാമതായിട്ട് പിന്നെ പല ഈ IT സെക്ടർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ബംഗളൂരുവിൽ വാട്ടർ ക്രൈസിസ് ഉണ്ടായതുപോലെ, ബംഗളൂരു ആണല്ലോ നമ്മുടെ സിലിക്കൺ വാലി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത്. അതുപോലെ പല നമ്മളിപ്പോ സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലും അവർ കുറച്ച് പ്രൊട്ടക്ഷനിസ്റ്റ് ആവുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജോലി കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റുകൾ കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഔട്ട്സോഴ്സ് ചെയ്താണല്ലോ ഈ IT പോലുള്ള സംഭവങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഔട്ട്സോഴ്സിങ് കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഗവൺമെന്റ് ന്യൂവർ ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് ഡെസ്റ്റിനേഷൻസ് ആയി കണ്ടെത്തി കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഗ്രോത്ത് സ്റ്റോറിയൊക്കെ ചിലപ്പം താളം തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള സർവീസ് സെക്ടർ ഉള്ളത് ഇന്ത്യയിലാണ്. അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ സീ ഓൾസോ റൈസസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് ലോകത്ത് ഇന്റന്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാർബൺ എമിഷൻ ആണ് എന്റെ പ്രശ്നം, ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുന്നത് ആണ് എന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എല്ലാം നമുക്കറിയാം. ഈ കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് നമ്മൾ ലോകത്ത് കാർബൺ ന്യൂട്രലൊക്കെ ആവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ 2070 ആണ് ഇന്ത്യ അതിനുവേണ്ടി വെച്ചേക്കുന്ന ടാർഗറ്റ് ഇറക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെ, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി എവിടെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം, പൂനെ. അവരുടെ ഒരു സ്റ്റഡി അനുസരിച്ച് ഇന്ത്യൻ ഓഷൻ, നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രം ഭയങ്കരമായിട്ട് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് 2020 ഏതാണ്ട് 1 ഡിഗ്രി സെൽഷ്യസ് ആണ് വാം ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ഓഷൻ, അത് 2100 ഒക്കെ ആകുമ്പം 3.8 ഡിഗ്രി സെൽഷ്യസ് വരെ വാം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന്. അതായത് 1.2 ഇപ്പോഴത്തെ 1.2 അതിന്റെ ഇരട്ടി കൂടുതൽ വാം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ഇവരുടെ സ്റ്റഡി പറയുന്നത്. അപ്പൊ ഇതിലുള്ള പ്രശ്നം അങ്ങനെ വരുമ്പോ നമ്മളുടെ ഭൂമിയിൽ നമ്മളിപ്പോ താമസിക്കുന്ന സർഫസിൽ ഉണ്ടാവുന്ന ഹീറ്റ് വേവ്സ്, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഹീറ്റ് വേവ്സ് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഹീറ്റ് വേവ്സിന്റെ കൂടെ മറീൻ ഹീറ്റ് വേവ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കടലിന്റെ അകത്ത് ഹീറ്റ് വേവ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സൈക്ലോൺസ് തുടർച്ചയായിട്ടുണ്ടാവുന്നതിന് കാരണമാവും. ഇപ്പൊ ആവറേജ് ഒരു വർഷത്തിൽ 20 ദിവസം വരെ സൈക്ലോൺസ് ഉണ്ടാവുന്ന സ്ഥാനത്ത് 220 തൊട്ട് 250 വരെ ഡേയ്സിൽ സൈക്ലോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഇന്ത്യൻ ഓഷനൊക്കെ അങ്ങോട്ട് ചൂട് പിടിച്ച് മുന്നോട്ട് പോയാൽ അതാണ് പ്രശ്നം. ഇത് സമുദ്രത്തിലുള്ള ജീവജാലങ്ങൾ, എസ്പെഷ്യലി ഫിഷ്,
ഇല്ലാതാവാൻ കാരണമാവും. അതുപോലെ അവിടുത്തെ കോറൽസിന്റെ ബ്ലീച്ചിങ്, അതായത് കോറൽസ് ഒന്നും ഇല്ലാതാവും. അങ്ങനെ ഒരുപാട് കോൺസിക്വൻസസ് സമുദ്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഈ സമുദ്രനിരപ്പിൽ മാത്രമല്ല ഈ ടെമ്പറേച്ചറിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്, ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഉള്ളിലേക്കും ഭയങ്കരമായിട്ട് ഈ ടെമ്പറേച്ചർ കൂടുന്നു എന്നാണ് അതിൽ സ്റ്റഡികൾ പറഞ്ഞത്. അതിന്റെ കണക്കൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പം അത് ഭയങ്കരമായിട്ടുള്ള കോൺസിക്വൻസസ് കടലിലുണ്ടാകും. പക്ഷെ കടലിലേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നിട്ട് കാര്യമില്ല. ഈ കടലിലുണ്ടാകുന്ന കോൺസിക്വൻസ് നമുക്കും ഉണ്ടാവും, മെയിൻലാൻഡിലേക്കും അത് വരും. അത് സിവിയർ സൈക്ലോൺസ് ആയിട്ടും എറാറ്റിക് ആയിട്ടുള്ള മൺസൂൺസ് ആയിട്ടും പിന്നെ വലിയ ഡ്രോട്ട്, ചിലപ്പോൾ ഭയങ്കര വരൾച്ച ഉണ്ടാവാം, ചിലപ്പോൾ ഭയങ്കര മഴ ഉണ്ടാവാം, ചിലപ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാവാം. ഈ രീതിയിലായിരിക്കും നമ്മളത് ബാധിക്കാൻ പോണത്. അപ്പൊ ഇത് ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഭവം വരുന്നത്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളുടെ ഭൂമി, ഈ സമുദ്രവും കൂടെ ചേർന്നാണ് ഭൂമി എന്ന് പറയുന്നത്. നമ്മളിപ്പോ കരയിൽ ഈ നമ്മൾ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ഒരു ഇഫക്റ്റ് പെട്ടെന്നുണ്ടാവും. പക്ഷെ കടലിൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നല്ല, കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ വൻ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പസഫിക് ഓഷനിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മുമ്പേ സ്റ്റഡി ചെയ്ത് അവിടുത്തെ രാജ്യങ്ങൾ അതിനനുസരിച്ചുള്ള പരിഹാര നടപടികളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ഓഷനിൽ അത്തരത്തിലുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കുറവാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇതിന്റെ കുറിച്ചുള്ള ഡേറ്റ ഗ്യാതറിങ്ങിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുത്ത് പോകണം എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. രണ്ട് നല്ല എഡിറ്റോറിയൽ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ പോരാ, എല്ലാവരും അത് നന്നായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ആർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും പറയാനില്ല. നെക്സ്റ്റ് പേജിൽ ഇപ്പം അനലൈസിങ് ലേബർ ഓൺ എ വാർമിംഗ് പ്ലാന്റ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, നമുക്ക് ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ചൂടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അപ്പം അവരുടെ ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിളാണിത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും, പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ILO നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ ആയിരുന്നു, May 1. അപ്പം അതുകൊണ്ട് തന്നെ ILO എന്ന് പറയുന്ന സംഭവമൊക്കെ ഇന്നലെ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ട ദിവസമാണ്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഹെഡ് ക്വാർട്ടേഡ് ഇൻ ജനീവ. ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള നോംസ് എല്ലാം ഉണ്ടാക്കുന്ന UN ഏജൻസിയാണ് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. പിന്നെ മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട് 1 year ആയി, അതിന്റെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോ വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ഈസ് നൗ വൈസ് ചീഫ് ഓഫ് നേവി. നേവിയുടെ പുതിയ വൈസ് ചീഫായിട്ട് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തു. നമ്മൾക്കറിയാം നേവിയുടെ പുതിയ ചീഫ് ആരാണെന്ന് അറിയാം, ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇത്രയും കാലം അത് മലയാളിയായ R ഹരികുമാർ ആയിരുന്നു. അദ്ദേഹം ഞാൻ റിട്ടയർ ചെയ്തു. ഇനി മുതൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇത് സെക്കൻഡ് ഇൻ കമാൻഡ് ആണ് നേവിയിലെ വൈസ് ചീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, അത് വേണ്ട. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ഇവിടെയും ഫുൾ പൊളിറ്റിക്സ് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നമുക്ക് ബിസിനസ് പേജിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. DGCA ഡീരജിസ്റ്റേഴ്സ് ഓൾ 54 ഗോ ഫസ്റ്റ് എയർക്രാഫ്റ്റ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഫസ്റ്റ് DGCA എന്താണെന്ന് പറഞ്ഞിരിക്കുക, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിലെ റെഗുലേറ്റർ ആണ്. ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ വ്യോമയാന സെക്ടറിലെ റെഗുലേറ്റർ ആണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോ ഗോ ഫസ്റ്റ് എന്ന് പറഞ്ഞ എയർലൈൻ ഏതാണ്ട് പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ്. കാര്യം അവരുടെ 54 എയർലൈൻ പ്ലെയിനുകൾ ഉണ്ടായിരുന്നു. അന്ന് അവർ സ്വന്തമൊന്നും അല്ലായിരുന്നു, ഓരോരോ കമ്പനികൾ ലീസിന് എടുത്തേക്കുന്നായിരുന്നു. ആ കമ്പനികളൊക്കെ ഇപ്പൊ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആകെ പ്രശ്നമായത്. ഇപ്പോ ഓൾറെഡി ഗോ ഫസ്റ്റ് NCLT സ്വമേധയ ബാങ്ക്രപ്സിക്ക് ഫയൽ ചെയ്തിരിക്കുകയാണ്. NCLT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. NCLT എന്താണ്? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അത് നിങ്ങൾ ഒരുപക്ഷെ ഞാൻ നാളെ പറഞ്ഞതാണ്. IBC എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടെങ്കിൽ IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയും. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഇത് ഇതുപോലുള്ള കമ്പനികൾ ബാങ്കൊക്കെ ഒരുപാട് പൈസയെ കൊടുക്കാൻ കാണും. അപ്പൊ അവസാനം അവർ ഈ കമ്പനി പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ ഈ കമ്പനി തന്നെ ലേലം ചെയ്ത് പെട്ടെന്ന് ഈ പൈസ ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനം ഉണ്ടാക്കും. അതാണ് ഈ IBC നിയമം അതിനുള്ള വഴിയാണ് ഒരുക്കുന്നത്. അപ്പം ഈ NCLT എന്ന് പറഞ്ഞ കോടതിയിൽ അതിന്റെ കേസൊക്കെ നടത്തുന്നത്. NCLT വരുന്ന വിധിയിൽ ഈ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ NCLAT പോവാം, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോവാം. NCLAT അതിലും
പരാതിയുണ്ട് SCയിൽ പോവാം, സുപ്രീം കോടതി. ഇവിടെ വരെ പോകാൻ പറ്റൂ, ഇവിടെ വരെ ഉള്ളൂ. പക്ഷെ ഇത് രണ്ടും സ്പെഷ്യൽ കോർട്ടുകളായിട്ട് പെട്ടെന്ന് ഈ കേസ് തീരും, സുപ്രീം കോടതിയും പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് പൈസ കിട്ടും. അതാണ് എന്റെ ഗുണം IBCയുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനിയായ കോൾ ഇന്ത്യയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനിയാണ് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യ ഈസ് എ മഹാരത്ന കമ്പനി. കോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് പേര്, ഒരു മഹാരത്ന കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനികളാണ് മഹാരത്ന കമ്പനികൾ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള കമ്പനികളാണ് മഹാരത്ന കമ്പനികൾ എന്ന് പറയുന്നത്. മഹാരത്ന കഴിഞ്ഞാൽ അടുത്ത നവരത്ന കമ്പനികളുണ്ട്, അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനികളാണ്. പ്രോഫിറ്റും ടേൺ ഓവറും അതിൽ മഹാരത്നേക്കാൾ കുറവായിരിക്കും. അതിലും താഴെ മിനി രത്ന കമ്പനികളും ഉണ്ട്. അപ്പൊ മഹാരത്ന കമ്പനികൾ കുറെ എണ്ണം ഉണ്ട്, 10-11 എണ്ണം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കോൾ ഇന്ത്യ ലിമിറ്റഡ് അതൊരെണ്ണമാണ്. NDPC ഉണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്, സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ കമ്പനികളുണ്ട്. ONGC ഉണ്ട്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഇതെല്ലാം മഹാരത്ന കമ്പനികളാണ്. പിന്നെ സെബിയെ കുറിച്ച് ഇന്നലെ പറഞ്ഞാണ്, സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പിന്നെ FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞിരിക്കുക US ഫെഡ് എന്താണെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് ആണ് US ഫെഡ്. US ഫെഡ് എന്ന് പറഞ്ഞാൽ ഫെഡറൽ റിസർവ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇക്വലന്റ് ആയിട്ടുള്ള അമേരിക്കയുടെ സ്ഥാപനമാണ് ഫെഡറൽ റിസർവ്. അതിന്റെ ചീഫാണ് ജെറോം പവൽ. ആരാണ്? ജെറോം പവൽ. ജെറോം പവൽ. പിന്നെ ഇത്രയാണ് ആ പേജിൽ. അതിനടുത്ത പേജ് പോകുമ്പോ ഇന്റർനാഷണൽ പേജിൽ ചൈന 3rd എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് ഇറക്കാൻ പോകുന്നു. ഫ്യൂജിയാൻ എന്നാണ് അവരുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ്. ഇന്ത്യക്ക് 2 എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പേ ഉള്ളൂ, INS വിക്രാന്തും INS വിക്രമാദിത്യയും. INS വിക്രമാദിത്യ. ചൈനയ്ക്ക് 3ാമത്തത് അവർ ഇറക്കി കഴിഞ്ഞു, 4ാമത്തെ അവർ പണിയാൻ പോയാണെന്നാണ് പറയുന്നത്. ഇന്ത്യ 3ാമത്തെ ഉണ്ടാക്കാൻ പോയാണ്. പിന്നെ ഫസ്റ്റ് UK സെൻസ് അസൈലം സീക്കർ ടു റുവാണ്ട. ഇത് ഞാൻ പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഒന്നുകൂടെ പറയാണ്. UK ഇല്ലീഗലായിട്ട് ചെന്നപ്പെടുന്ന ആൾക്കാർക്ക് UK ഇപ്പം അവിടെ സിറ്റിസൺഷിപ്പ് ഒന്നും കൊടുക്കത്തൊന്നുമില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് റുവാണ്ട എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യത്തേക്ക് കയറ്റിവിടും. ഏത് രാജ്യത്തേക്കാണെന്ന് പഠിച്ചു വെച്ചാൽ റുവാണ്ടക്കാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരെ. പിന്നെ തോമസ് കപ്പിനെ കുറിച്ച്, തോമസ് കപ്പ് ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. തോമസ് കപ്പ് എന്താണ്? പുരുഷന്മാർക്കുള്ള ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പ്. സ്ത്രീകൾക്കുള്ള ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പേര് യൂബർ കപ്പ് എന്നും ആണ്. തോമസ് കപ്പ് പുരുഷന്മാർക്കുള്ളതാണ്. പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. ഇനി നമുക്ക് ഇന്നലത്തെ നോക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോ കം ക്ലീൻ ഓൺ ടൈമിംഗ് ഓഫ് കേജ്രിവാൾ അറസ്റ്റ്, SC to ED എന്നൊക്കെ ഉള്ള ഒരു ന്യൂസ് ആണ്. അതില് ഈ കേജ്രിവാളിനെ ഇപ്പം ഡൽഹി എക്സൈസ് ക്യാമ്പിന്റെ പേരിൽ ആണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടേക്കുന്നത്. അപ്പൊ ആ അറസ്റ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് നടത്തിയതിന്റെ പേരിലാണ് ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി ഒന്ന് കുടഞ്ഞു. അതാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. EDയുടെ മെയിൻ വെപ്പൺ എന്താണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. EDയുടെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് PMLA ആണ്. EDയുടെ മെയിൻ വെപ്പൺ PMLA. PMLA മീൻസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ ഇല്ലിസിറ്റ് ഫോംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ, അതാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. പിന്നെ IMA നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. IMAയും സുപ്രീം കോടതി ഇന്നലെ നല്ല നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൽ IMAയുടെ ചീഫിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക, RV അശോകൻ. IMA ചീഫ് RV അശോകൻ. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട് പേജിലെ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ നെക്സ്റ്റ് പേജിൽ ഒരു ആവശ്യമുള്ള ന്യൂസ് അല്ല, എല്ലാം പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിലും എല്ലാം പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ നമുക്ക്
ജസ്റ്റ് പോൾ ടൈം പ്രസന്റ് ടൈം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വേറൊന്നും അല്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ടൈം, അതുപോലെ തന്നെ മറ്റേ ഹേമന്ത് സോറൻ, പഴയ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ, ഇപ്പം ചമ്പായ് സോറനാണ് ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ. ഹേമന്ത് സോറൻ റിസൈൻ ചെയ്തു. ഇവർ രണ്ടുപേരെയും ഏതാണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഇലക്ഷനോട് അടുപ്പിച്ചാണ്. അപ്പം ഇലക്ഷനോട് അടുപ്പിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ആൾക്കാരെ, ഇവർ രണ്ടൊരു രാഷ്ട്രീയ പ്രതിയോഗികളാണ് ഗവൺമെന്റ്. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്കെതിരെ കേസുകളുണ്ട്. കേസൊക്കെ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് ഈ സമയത്താകുമ്പോൾ ഈ ഒപ്പോസിഷൻ സൈഡില്, പ്രത്യേകിച്ച് കേജ്രിവാൾ വലിയൊരു ലീഡറാണ്. അപ്പോൾ മെയിൻ ലീഡേഴ്സ് നഷ്ടപ്പെടുമ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇലക്ഷനിൽ ഒരു അപ്പർ ഹാൻഡ് റൂൾ ചെയ്യുന്ന പാർട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊരു ചട്ടുകമായിട്ട്, അതിനുള്ളൊരു ഉപകരണമായിട്ട് ED, CBI പോലുള്ള ഏജൻസികൾ ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നവർ ഇമ്പാർഷ്യൽ ആണെന്ന് പറയുന്നെങ്കിലും ഇമ്പാർഷ്യൽ അല്ല. അതേ സമയത്ത് ഈ ഏജൻസീസ് തന്നെ ഇപ്പൊ ഒരു മറ്റ് ഒപ്പോസിഷൻ ലീഡേഴ്സിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ആ ലീഡേഴ്സ് ഈ റൂളിംഗ് പാർട്ടിയെ BJPക്കൊപ്പം ചേരുമ്പോൾ ആ പറഞ്ഞ ലീഡേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കേസുകൾ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ തേച്ച് കളയുകയോ ചെയ്യുന്നു. അങ്ങനെ അവർ ക്ലീൻ ആയി മാറുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം ഇന്ത്യയിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇപ്പൊ EDയോട് ഇപ്പോ എന്ത് അർജൻസിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് കൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ അവർ ക്വസ്റ്റ്യന് ഭയങ്കര പ്രസക്തി ഉണ്ടെന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്, പക്ഷെ സ്റ്റിൽ നമ്മളത് വായിക്കണം. രണ്ടാമത്തെ എഡിറ്റോറിയൽ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്ട്, കോമ്പറ്റീഷൻ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഈ കോമ്പറ്റീഷൻ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ചൈനയും US തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്. ചൈനയും US തമ്മിൽ വളരെ വലിയ കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം. അതേ സമയത്ത് അവർ തങ്ങളിൽ വലിയ കോൺഫ്ലിക്റ്റും ഉണ്ട്. കോമ്പറ്റീഷൻ മെയിൻലി ആംസ്, ആയുധങ്ങൾ, അതുപോലെ കൊമേഴ്സ്, ഇൻഡസ്ട്രീസ്, ഇതിന്റെയൊക്കെ ഡോമിനൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആയുധ കച്ചവടം അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ഒന്നാമനാവുക. പിന്നീട് കച്ചവടം, അല്ലാത്ത സാധാരണ സാധനങ്ങളുടെ കച്ചവടത്തിൽ ചൈന ലോകത്തിൽ വലിയൊരു ശക്തിയാണ്. പതുക്കെ US അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് അവരെ ഒന്നാം സ്ഥാനത്തെത്തുക. അതുപോലെ ഇൻഡസ്ട്രീസ്, അതിലും വമ്പൻ ഇൻഡസ്ട്രീസ്, വമ്പൻ കോർപ്പറേഷനുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് US ഡോമിനൻസിന് വെല്ലുവിളിക്കുക. അങ്ങനെയുള്ള വ്യാപാര താല്പര്യങ്ങളുണ്ട് അവർക്ക്. അതേ സമയത്ത് തന്നെ അതല്ല കുറെ കോൺഫ്ലിക്റ്റുകളുണ്ട്. ഈ കോൺഫ്ലിക്റ്റുകളുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു 3-4 ഒന്ന് ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈന ആണ് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ റഷ്യ എന്ന് പറയുന്നത്. അത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സീക്രട്ട് ആണ്. റഷ്യയുമായിട്ട് ഭയങ്കര ഡിഫൻസ് റിലേഷൻഷിപ്പും സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പും ചൈനയ്ക്കുണ്ട്. ദാറ്റ് ഈസ് ദ വൺ പോയിന്റ് ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ USA ആൻഡ് ചൈന. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സൗത്ത് ചൈന സീയിലെ പ്രശ്നങ്ങൾ. ഇൻഡോ പസഫിക് മേഖല ഉൾപ്പെടുന്ന സൗത്ത് ചൈന സീയിലെ പ്രശ്നങ്ങൾ. സൗത്ത് ചൈന സീയിൽ ചൈനയുടെ വമ്പൻ ഡോമിനൻസ് ആണ്. അവിടെ US തന്നെ ഒരു അലയൻസ് പാർട്ണർ എന്ന് പറയാവുന്ന രാജ്യമായ ഫിലിപ്പൈൻസുമായിട്ട് ചൈനയ്ക്ക് ഓപ്പൺ കൺഫ്രണ്ടേഷൻ ആണ്. അപ്പോൾ അതിന്റെ പേരിൽ US പലപ്പോഴും ഫിലിപ്പൈൻസിന്റെ രക്ഷയ്ക്കെത്തുന്നു. അതുപോലെ തന്നെ US ഫിലിപ്പൈൻസുമായിട്ട് സംയുക്ത നേവൽ എക്സർസൈസ് ഒക്കെ ഇപ്പം സൗത്ത് ചൈന സീയിൽ നടത്തി. ദാറ്റ് ഈസ് അനദർ പോയിന്റ് ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ചൈന ആൻഡ് USA. ആൻഡ് തേർഡ് വൺ ഈസ് തൈവാനും ചൈനയും തമ്മിലുള്ള പ്രശ്നം. തൈവാൻ എന്ന് പറയുന്നത് ചൈനയുടെ പ്രദേശമാണെന്നുള്ളത് ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ചുള്ള കാര്യമാണ്. ഈവൻ ഇന്ത്യ ഈസ് ഓൾസോ അക്സെപ്റ്റിംഗ് ദാറ്റ് ഫാക്ട്. അതിനെയാണ് വൺ ചൈന പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് ഓൾസോ അക്സെപ്റ്റിംഗ് വൺ ചൈന പോളിസി ഓഫ് ചൈന. അപ്പോ US പക്ഷെ തൈവാന് ഒരിക്കലും ചൈനയോട് ചേരാൻ താല്പര്യമില്ല. ബിക്കോസ് തൈവാൻ ഈസ് എ ഡെമോക്രാറ്റിക്കലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടറി. ആൻഡ് നിങ്ങൾക്കറിയാം ചൈന എന്ന് പറയുന്നത് ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പം അങ്ങനെ ഒരു പ്രദേശത്തോട് ചേരാൻ ഡെമോക്രാറ്റിക് തൈവാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ തൈവാന് വേണ്ട മോറൽ സപ്പോർട്ടും ഈവൻ സ്ട്രാറ്റജിക് സപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് USA ആണ്. അപ്പം അത് ചൈനയെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളാണ് US-നും ചൈനയ്ക്ക് ഇടയിലുള്ള മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന പല മേഖലകളും ഉണ്ട്. ആ മേഖലകളിൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് ചൈനയുടെ പ്രസിഡന്റായ സി ജിൻപിങ്ങിന് പിന്നീട് US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടെ പറയുന്നത്, നമ്മളെ ഇന്ത്യയിൽ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞാണ് US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്റണി ബ്ലിങ്കൺ എന്ന അദ്ദേഹത്തിന്റെ പേര്. ആന്റണി ബ്ലിങ്കൺ. ഈ ആന്റണി ബ്ലിങ്കൺ
ഇപ്പോ അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്ത ആരെയാണ്, ചൈനയുടെ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തത്. അപ്പൊ യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കണം, കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും അല്ല വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രസിഡന്റ് സംസാരിച്ചത്. അതാണ് ഈ എഡിറ്റോറിയൽ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. യോജിക്കാവുന്ന മേഖലകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ചേഞ്ച് ലോകത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നമാണ്. ക്ലൈമറ്റ് ചേഞ്ച് മേഖലയിൽ അവർക്ക് യോജിച്ച് പ്രവർത്തിക്കാം. അതുപോലെ ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ ഫുഡ് സെക്യൂരിറ്റി അപകടത്തിലാവും. അപ്പൊ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി, അതൊക്കെ കീ ഏരിയാസ് ഓഫ് കോഓപ്പറേഷൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മളുടെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ടല്ലോ. ലോകത്ത് ഈ സ്മോൾ പോക്സിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തു തുടങ്ങുന്ന 1974 1974 അതിന്റെ 50th ആനിവേഴ്സറി ആണ്. ഇപ്പൊ 50th ആനിവേഴ്സറി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ. ഇന്ത്യയിൽ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. മിഷൻ ഇന്ദ്രധനുഷ്. ഈ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് 12 വാക്സിൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വഴി കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ വരാൻ പോയാണ് അടുത്ത വർഷം തൊട്ട്. സെർവിക്കൽ ക്യാൻസർ, അത് പെൺകുട്ടികൾക്ക് മാത്രം വരുന്ന ഗർഭാശയ നാള ക്യാൻസർ, അങ്ങനെ എന്താണ്, ഗർഭാശയ മുഖ ക്യാൻസർ, അങ്ങനെ എന്താണ് മലയാളത്തിൽ പറയാം, സെർവിക്കൽ ക്യാൻസർ. ആ സെർവിക്കൽ ക്യാൻസറിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ വരാൻ പോയാണ്. അതുകൂടി ചേർത്ത് 13 വാക്സിനേഷൻ ആവും. ഇപ്പൊ 12 പഠിച്ചാൽ അതാണ് മിഷൻ ഇന്ദ്രധനുഷ്. പിന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട്. ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന സംഭവം അല്ല ഞാൻ പറയാൻ പോകുന്നത്. PM സ്വാനിധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. PM സ്വാനിധി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി, അങ്ങനെ എന്തോ ആണ് PM സ്വാനിധി. അതെന്ന് പറഞ്ഞാല് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആദ്യം 10,000 rupees പിന്നെ 20 or 30 അങ്ങനെയാണ് 1,000 rupees. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. കൊളാട്രൽ ഫ്രീ ആയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുക അവർക്ക് കച്ചവടമൊക്കെ നടത്താൻ വേണ്ടി, സ്ട്രീറ്റ് വെൻഡേഴ്സിന്, തെരുവ് കച്ചവടക്കാർക്ക്. അതാണ് PM സ്വാനിധി സ്കീം. പിന്നെ മറ്റ് പേജുകളിലേക്ക് പോകുമ്പോ ഈ പേജിലൊന്നും ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഫുൾ പൊളിറ്റിക്സ്. അതിനടുത്ത പേജിൽ പോകുമ്പോ അത് ഞാൻ പറഞ്ഞു, അഡ്മിറൽ ദിനേശ് ത്രിപാഠി, ഇന്ത്യയുടെ പുതിയ നേവൽ ചീഫിന് നമ്മൾ പറയുന്നത് അഡ്മിറൽ എന്നാണ്. നേവൽ ചീഫ് അഡ്മിറൽ. ആർമി ചീഫിന് പറയുന്നത് ജനറൽ എന്നാണ്. ഇന്ത്യയുടെ ജനറൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെച്ചോ, മനോജ് പാണ്ഡെ ഇസ് ദ ജനറൽ ആർമി ചീഫ്. ആരാണ്? മനോജ് പാണ്ഡെ. ഇനി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് നമ്മൾ പറയുന്നത് എയർ ചീഫ് മാർഷൽ എന്നാണ്. എയർ ചീഫ് മാർഷൽ ഇപ്പൊ VR ചൗധരിയാണ്. എയർ ചീഫ് മാർഷൽ ഇവര് 3 പേരുമാണ്. ദിനേശ് കെ ത്രിപാഠി ഇന്ത്യയുടെ നേവൽ ചീഫ് അഡ്മിറൽ. ജനറൽ ഇന്ത്യയുടെ ആരാണ്? മനോജ് പാണ്ഡെ, അതായത് ആർമി ചീഫ്. VR ചൗധരി എയർ ചീഫ് മാർഷൽ, അതായത് എയർഫോഴ്സ് ചീഫ്. ഇനി ഇവരെല്ലാരെയും കൂടെ പിന്നീട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ട്. പേരാണ് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അങ്ങനെ ഒരാളും കൂടെ ഉണ്ട്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അത് അനിൽ ചൗഹാൻ ആണ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോ കോർ സെക്ടർ ഗ്രോത്ത് സ്ലിറ്റ് 5.2% ഇൻ മാർച്ച് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് എല്ലാ മാസവും ഞാൻ പറഞ്ഞത്, എന്തായാലും ഒന്നുകൂടെ പറയാം. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് 8 ഇൻഡസ്ട്രീസ് ആണ്. 8 ഇൻഡസ്ട്രീസിനെയാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിട്ടാണ് ഇത് എഴുതിയിട്ട്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. These 8 industrial sectors are known as core sector industries. They are very important for our economy. That's why it is known as core sector industries. And മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. IIP എന്ന് പറയും. മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവരാണ്. 40%.
ഇവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഇൻഡസ്ട്രീസും കൂടെ 60% വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അവരെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. സെബി ഞാൻ എപ്പോഴും പറയുന്നതാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച്, ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ചെയർപേഴ്സൺ ഓഫ് സെബി. മാധബി പുരി ബുച്ച്. മാധബി പുരി ബുച്ച്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇന്റർനാഷണൽ പേജ് ഒന്നും പറയാനില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതിൽ ആകെ പറയാനുള്ളത് കിങ് ചാൾസ് III, ബ്രിട്ടന്റെ UK കിങ് ആണ് കിങ് ചാൾസ്. പക്ഷെ അദ്ദേഹം ക്യാൻസർ ബാധിതനാണ്, കുറച്ച് പ്രശ്നത്തിലാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ആണ്. കുറെ കാലം ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ പബ്ലിക് അപ്പിയറൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് പേജ് ഇന്ത്യയുടെ T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിനെ അനൗൺസ് ചെയ്തു. സഞ്ജു സാംസണൊക്കെ ടീമിലുണ്ടെന്നൊക്കെ ഒരു ന്യൂസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് എവിടെ വെച്ചാൽ നടക്കാമെന്ന് നടന്നിരിക്കണം? USA-ലും വെസ്റ്റ് ഇൻഡീസിലും, അമേരിക്കയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചാണ് നടക്കാൻ പോണത് അടുത്ത മാസം ജൂണിൽ. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ അടുത്ത വേൾഡ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയിൽ വെച്ച് നടക്കും. വേൾഡ് ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയിൽ വെച്ച് നടക്കും, അതായത് നെക്സ്റ്റ് ഇയറിൽ. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ള, ബാക്കിയൊന്നും ഫ്രണ്ടിൽ നമുക്ക് ആവശ്യമുള്ളല്ലോ, ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഡൽഹി പോലീസ് ഔട്ട്, CISF ടേക്സ് ഓവർ പാർലമെന്റ് സെക്യൂരിറ്റി. പാർലമെന്റിന്റെ സെക്യൂരിറ്റി ഇത്രയും കാലം ഡൽഹി പോലീസായിരുന്നു. ഇടയ്ക്ക് വെച്ച് പാർലമെന്റിൽ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായത് വലിയ വിഷയമൊക്കെ ആയി, ഞാനത് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ CISF ടേക്ക് ഓവർ ചെയ്തു. CISF ഈസ് എ പാരാമിലിറ്ററി ഫോഴ്സ്, ഇറ്റ് ഇസ് നോട്ട് എ പോലീസ് ഫോഴ്സ്. CISF ഈസ് എ പാരാമിലിറ്ററി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. We have many paramilitary forces like CRPF, Border Security Force, Assam Rifles, CISF, Central Industrial Security Force, ITBP, Indo-Tibetan Border Police, അങ്ങനെ കുറെ പേരുണ്ട്. അതിൽ CISF-നാണ് പാർലമെന്റിന്റെ ചുമതല, പാർലമെന്റ് സെക്യൂരിറ്റിയുടെ ചുമതല എടുത്തത്. അത് പഠിച്ചു വെച്ചോടെ ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഒന്നും പറയാനില്ല, പൊളിറ്റിക്സ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ അതൊക്കെ തന്നെ, ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അവിടെ ഒരു ന്യൂസ് ഉണ്ട്, പക്ഷെ അതിപ്പോ പഠിക്കൊന്നും വേണ്ട. SC ഇഷ്യൂസ് നോട്ടീസ് ഗവൺമെന്റ് ഓൺ പെറ്റീഷൻ ഓഫ് നോൺ ബിലീവർ മുസ്ലിം. അതായത് മുസ്ലിമായിട്ട് ജനിച്ചു, പക്ഷെ മുസ്ലിം ആചാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല, മുസ്ലിം മതത്തിന് ഞാൻ പുറത്തു പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് മുകളിൽ ശരിയ ലോ, മുസ്ലിങ്ങളുടെ ആചാര പ്രമാണങ്ങൾ, വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ശരിയ ലോയുടെ അടിസ്ഥാനത്തിലാണ്. അവരുടെ സ്വത്തവകാശം, കല്യാണം, വിവാഹമോചനമൊക്കെ. അപ്പൊ അവർക്ക് അത് ആപ്ലിക്കബിൾ ആക്കരുത്, അവർ നോൺ ബിലീവർ ആണ്, ജനിച്ചത് മുസ്ലിം ആയിട്ടാണെങ്കിൽ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു കേസ് പോയിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി അതിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നും ആ പേജ് പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ മാറ്റേഴ്സ് ഓഫ് ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ മാറ്റേഴ്സ് ഓഫ് ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ വേറെ ഒന്നുമല്ല. ഈ ഹാർട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഹിന്ദി ഹാർട്ട്ലാൻഡ് ആണ്. ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയും. മെയിനായിട്ട് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റുകളാണ്. ബീഹാർ, ഈ സ്റ്റേറ്റുകളാണ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 2 തവണയായിട്ട് BJP ഇന്ത്യയിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്നെങ്കിൽ അതിന് കാരണം നിയർ ടോട്ടൽ ഡോമിനൻസ് ഓഫ് BJP ഇൻ ദി സ്റ്റേറ്റ്സ്. അതാണ് അതിന്റെ കാരണം. അവിടെ എന്തെങ്കിലും അവർക്ക് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ സംഭവിച്ചാൽ മാത്രമേ അവർ ഇന്ത്യയുടെ ഭരണത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് മിക്ക സർവേകളും അവർ തന്നെ ഭരണത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതും പറയുന്നതും അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു 3rd ടേം ആഫ്റ്റർ ജവഹർലാൽ നെഹ്റു മോഡിക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. അതായത് ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അവരുടെ പോപ്പുലാരിറ്റിക്ക് ഒന്നും സംഭവിച്ചെന്ന് പറഞ്ഞു. ഈ സൗത്ത് ഇന്ത്യ അല്ല നമ്മളുടെ ഭരണം നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ പ്രത്യേകത, അവിടെ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് BJPക്ക് ഇത്രയും സ്ട്രെങ്ത് അവിടെ കിട്ടുന്നത്, ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ കേന്ദ്രം. അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പ്രധാനമന്ത്രി മോഡി ഫസ്റ്റ് ഫേസിൽ സൗത്ത് ഇന്ത്യയിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിന്റെ തുടക്കത്തിലൊന്നും ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയില്ല. പക്ഷേ 3rd ഫേസിൽ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണലി സർച്ചാർത്തഡ് ആയിട്ടുള്ള സ്പീച്ചസ് നടത്താൻ തുടങ്ങിയ. റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോർ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള ഹിന്ദുത്വ സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് ഈ പറഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡ്സിലാണ്. അവിടേക്ക് ഇലക്ഷൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് അത് തുടങ്ങിയത് അദ്ദേഹം.
അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. ഒപ്പം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അദ്ദേഹം കടന്നാക്രമിക്കാൻ തുടങ്ങി. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ സ്വത്ത് പിടിച്ചെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊടുക്കാനാണെന്ന് പറഞ്ഞൊക്കെ അദ്ദേഹം ആക്രമിക്കാനൊക്കെ തുടങ്ങി. അങ്ങോട്ട് പോയപ്പോഴാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. യു ജസ്റ്റ് റീഡ് ഇറ്റ്. ഇനി രണ്ടാമത്തെ ട്രൈങ് ഫോർ എ റിപ്പീറ്റ്, അത് സിമ്പിൾ എഡിറ്റോറിയലാണ്, വേറെ ഒന്നുമല്ല, ഒരു സ്പോർട്സ് എഡിറ്റോറിയൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ചൈനയിലെ ചെങ്ദുവിൽ വെച്ച്, ചൈനയിൽ എവിടെയാണ്, ചെങ്ദു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ലോകത്തിലെ ബാഡ്മിന്റന്റെ വേൾഡ് കപ്പ് എന്ന് പറയാവുന്ന തോമസ് കപ്പും യൂബർ കപ്പും നടക്കുന്നു. തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ്. ഇത് ഞാൻ നിങ്ങളുടെ പലതവണ പറഞ്ഞാണ്. തോമസ് കപ്പ് ഈസ് ഫോർ മെൻ ആൻഡ് യൂബർ കപ്പ് ഈസ് ഫോർ വിമൻ. ഇന്ത്യ നെവർ വൺ യൂബർ കപ്പ്. ദാറ്റ് മീൻസ് ദാറ്റ് ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫോർ വിമൻ എന്ന് പറയാവുന്ന യൂബർ കപ്പ് ഇന്ത്യ ഒരിക്കലും വിൻ ചെയ്തിട്ടില്ല. പക്ഷേ തോമസ് കപ്പ് ഇന്ത്യയാണ് ഡിഫെൻഡിംഗ് ചാമ്പ്യൻ. 2022 എഡിഷൻ, 2 വർഷം കൂടെ നടക്കുന്നത്. 2022 എഡിഷൻ വാസ് വൺ ബൈ ഇന്ത്യ. ഇപ്രാവശ്യവും യൂബർ കപ്പിൽ ഇന്ത്യക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്നില്ല. കാരണം വേറെ പോലെ ഇന്ത്യയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള PV സിന്ധു, അതുപോലെ റിട്ടയർമെന്റ് വെർജിൽ നിൽക്കുന്ന സൈന നെഹ്വാൾ, ഇന്ത്യയുടെ ഡബിൾസ് പ്ലെയറായ അശ്വനി പൊന്നപ്പ, ഇവരാരും ഇതിൽ പങ്കെടുക്കുന്നില്ല. അതേസമയത്ത് പുരുഷന്മാർക്ക് ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട് വിൻ ചെയ്യാൻ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഫുൾ സ്ട്രെങ്ത് ടീമാണ്. ആ ടീമിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. അപ്പം ലോകത്തിലെ നമ്പർ 1 ഡബിൾസ് ടീമും ഇന്ത്യയുടേതാണ്. അപ്പൊ അവരെല്ലാം ഉള്ളത് കൊണ്ട് സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യമൊക്കെ ആണ് ഡബിൾസിൽ ലോകത്തിലെ നമ്പർ 1 ടീം എന്ന് പറയുന്നത്. അതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞൊക്കെയുള്ള എഡിറ്റോറിയലാണ്. ഓക്കെ, ഏതാണ് തോമസ് കപ്പ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നമുക്ക് ആവശ്യമില്ല വേറെ. ഓക്കെ, നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം, NCW says no information on the political affiliation of its chairperson and members എന്നൊരു ന്യൂസ് ഉണ്ട്. NCW, National Commission for Women. NCW എന്താണ്? National Commission for Women. NCW, National Commission for Womenന്റെ ചെയർപേഴ്സന്റെ പേര് രേഖ ശർമ്മ. പഠിച്ചു വെച്ചേക്കണം. NCW, National Commission for Womenന്റെ ചെയർപേഴ്സന്റെ പേരെന്താണ്? രേഖ ശർമ്മ എന്നാണ്. രേഖ ശർമ്മ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ NHRC, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ പഠിപ്പിച്ചാണ്. NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതിന്റെ ചെയർപേഴ്സന്റെ പേര് അരുൺ കുമാർ മിശ്ര എന്നാണ്. അരുൺ കുമാർ മിശ്ര. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സന്റെ പേര് എന്താണ്? അരുൺ കുമാർ മിശ്ര എന്നാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഇന്ത്യയുടെ CIC, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ, CIC, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് CIC ആണ്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. അതിന്റെ ചീഫാണ് CIC എന്ന് തന്നെയാണ് ചീഫിനെ അറിയപ്പെടുന്നത്. അത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയും. അത് ഹീരാലാൽ സമരിയ ആണെന്ന് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹീരാലാൽ സമരിയ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ വന്നേക്കുന്നത് കേട്ടോ. വാർമിംഗ് ഓഫ് ഇന്ത്യൻ ഓഷൻ സെറ്റ് ടു ആക്സലറേറ്റ് സ്റ്റഡി. ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയല് ഞാൻ പറഞ്ഞത് IITM പൂനെയുടെ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതായിരുന്നു ആ ന്യൂസ്. അതാണ് ഇന്ന് എഡിറ്റോറിയൽ. IITM എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി എന്ന് പറയുന്ന സ്ഥാപനം ആണ്. അപ്പം അതും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നീട് അതിനടുത്ത പേജിൽ പോകുമ്പോ ഇതാണ് ഇന്നത്തെ ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ ന്യൂസ്. ഇതായിരുന്നു. ഡോണ്ട് ടേക്ക് സ്ട്രോങ് സർവീസസ് എക്സ്പോർട്ട് സ്റ്റോറി ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന ന്യൂസ്. അതാണ് ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സർവീസ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ $340 ബില്യൺ ആണ്. അത് 2030 ഗോൾഡ്മാൻ സാഷ് പറയുന്നത് 800 ബില്യൺ ആയിട്ട് മാറുമെന്നാണ്. ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് 1000 ബില്യൺ 1 ട്രില്യൺ ആയിട്ട് മാറുമെന്നാണ്. പക്ഷെ ഇതൊക്കെ സാധ്യതയുണ്ട്. കാര്യം ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സർവീസ് സെക്ടർ ഇൻഡസ്ട്രി ഇന്ത്യതാണ്. പക്ഷേ സ്റ്റിൽ ദർ ആർ സം ഹെഡ്വിൻഡ്സ്. അത് നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്ത് പോകണം എന്നാ പറയുന്നത്. പിന്നെ GDP ഗ്രോത്ത് മേ സർപാസ് 7% ദിസ് ഇയർ സേസ് NCAR. NCAR എന്താണ് നടന്നിരിക്കണം? നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച്. നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് ന്യൂഡൽഹിയിലാണ്. നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അവര് പറയുന്നത് ഇന്ത്യയുടെ GDP ഈ വർഷം 7% ഗ്രോ ചെയ്യുന്നു. വേൾഡ് ബാങ്കോ IMF ഒക്കെ 6.8% എന്നൊക്കെ പറഞ്ഞേക്കണം. ഈ വർഷം വരാൻ പോണ വർഷം 2024-25 GDP ഗ്രോത്ത് 7% ആവുമെന്ന് ആര് പറഞ്ഞു? NCAR, നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് പറഞ്ഞിരിക്കുന്നു.
പിന്നെ അൾട്രാടെക് സിമെന്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അൾട്രാടെക് സിമെന്റ് എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സിമെന്റ് ബ്രാൻഡാണ്. ഞാൻ ഇപ്പൊ അത് പറയാൻ കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സിമെന്റ് ആണ് അൾട്രാടെക് സിമെന്റ്, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനാണ് കുമാരമംഗലം ബിർള എന്ന് പറയുന്നത്. കുമാരമംഗലം ബിർള. പിന്നെ FIEO എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ. FIEO എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ. FIEO അല്ലെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ എക്സ്പോർട്ടേഴ്സിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ എക്സ്പോർട്ടേഴ്സിന്റെ കൂട്ടായ്മ. FIEOയുടെ ചീഫാണ് അജയ് സഹായി. ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ, അങ്ങനെ തന്നെയാണ് പേര്. അജയ് സഹായി എന്നാണെന്ന് എന്റെ ഓർമ്മ. ആണ് അജയ് സഹായി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ G7 മിനിസ്റ്റേഴ്സ് എഗ്രി ടു ഫേസ് ഔട്ട് കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് ബൈ 2030 എന്നൊരു ന്യൂസ് ഉണ്ട്. G7 ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ഓഫ് 7 മിനിസ്റ്റേഴ്സ്, ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്, USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. അതാണ് G7 നെക്സ്റ്റ് മീറ്റിംഗ് നടക്കാൻ പോണ ഇറ്റലിയിലെ റോമിലാണെന്ന് തോന്നുന്നു. ഇറ്റലിയിൽ വെച്ചാണ്. ഇന്ത്യ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് G7, India was invited by the host country Italy. Italian Prime Minister Giorgia Meloni personally invited Indian Prime Minister Narendra Modi to participate in G7 meeting. So he is also attending. G7 മിനിസ്റ്റേഴ്സ് പറഞ്ഞേക്കുന്നത് ബൈ 2030 കോൾ ഫയർഡ് പവർ പ്ലാന്റുകൾ ആ രാജ്യത്ത് ഇല്ലാതാക്കുന്നു. ഇന്ത്യയിൽ കോൾ ഫയർഡ് പവർ പ്ലാന്റുകളുണ്ട്, പക്ഷെ നമ്മൾ 2030 ഒന്നും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അത്രയും എക്കണോമിക്കലി സ്ട്രോങ് അല്ല. അത് ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ്. അതുപോലെ സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ, അവിടെ പ്രൈം മിനിസ്റ്ററിനാണ് ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, ഹംസ യൂസഫ് ക്വിറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഹംസ യൂസഫ് സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പഠിക്കരുത്. പുതിയ ആള് വരും, അപ്പം പഠിക്കാം. പിന്നെ ടെസ്ലയുടെ CEO എലോൺ മസ്ക് ചൈന വിസിറ്റ് ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ടെസ്ല CEO എലോൺ മസ്ക്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജ്. സ്പോർട്സിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സിൽ തോമസ് കപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ മെയിൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ A ഡിവിഷൻ ലീഗിനെയാണ് ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ചെൽസിയെയും റിയൽ മാഡ്രിഡും പിന്നീട് ഇന്റർ മിലാനും ഒക്കെ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ബാഴ്സലോണയൊക്കെ ഉൾപ്പെടുന്ന ക്ലബ്ബുകളുടെ ലീഗാണ് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിലെ. ഇത്രയാണ് ഈ 3 ദിവസത്തെ ഹിന്ദുവിന്റെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക.